കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാത ഇടിഞ്ഞു താണു. മാവുങ്കാലിൽ നിന്ന് ചെമ്മട്ടവയലിലേക്ക് പോകുന്നിടത്താണ് ദേശീയപാത ഇടിഞ്ഞു താണത്. സർവീസ് റോഡാണ് ഇടിഞ്ഞത്. ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ വഴിയാണിത്. പ്രദേശത്ത് വൻ ഗതാഗത കുരുങ്ങാണ്. കാഞ്ഞങ്ങാട്ടെ ആ ദേശീയപാത ഇടിഞ്ഞ ആ പ്രദേശത്ത് നിന്നും അർച്ചന വിശദീകരിക്കുന്നു. കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് അപകടമുണ്ടായിരുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു അപകടം തന്നെയായിരുന്നു. സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. മാവുങ്കാലിൽ നിന്ന് ചെമ്മട്ടമ്മയിലേക്ക് പോകുന്നിടത്താണ് അപകടം സംഭവിച്ചത്. അതിനുശേഷം വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയായിരുന്നു നഗരത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ വാഹനങ്ങളും ഇപ്പോൾ മറ്റൊരു വഴിയിലേക്ക് പിരിച്ചുവിട്ടൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഈ ഒരു കുഴിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ചേട്ടാ, ഇതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുന്നേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നേ അവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പേ പിന്നെ മഴ വന്നിരുന്നു. അപ്പോൾ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരത് ശ്രദ്ധിച്ചിന്, ഇവർ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇവിടെ ഈ അയൽവാസികൾ പറയും ചെയ്തിന്, ഈ വെള്ളത്തിൻ്റെ അവർ ആ സൈഡ് ഇടിയുന്നതുകൊണ്ട് അവർ പറയും ചെയ്തിന്. അപ്പോൾ അവർ പറഞ്ഞു വേഗം ചെയ്യാമെന്ന്. ഇത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവർ തുറന്നു കൊടുത്താണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ പ്രശ്നം വന്നത്. ഇത് അവിടുന്ന് ഇത് ഇവിടത്തേക്ക് ഇത്ര ഒരു 10-20 മീറ്ററിൻ്റെ ഇത്രയേ ഉള്ളൂ ഈ വെള്ളത്തിൻ്റെ ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി, ഡ്രെയിനേജ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇവർ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് രാവിലെ 4:30 ഈ സംഭവം ഇപ്പോൾ ഇത് നടന്നത്. ഇന്ന് ഫുൾ ടൈം മഴയല്ലേ. ആ സമയത്ത് ഫുള്ള് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ടാങ്കർ ലോറി ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ വന്ന KSRTC ജസ്റ്റ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് പാല് പണിക്കാൻ പോകുന്ന പുള്ളിക്കാരൻ അവിടെ നിർത്തി വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവരെ വിളിച്ച് അറിയിച്ചു. ഇതിൻ്റെ റോഡിന് ആൾക്കാരെ അറിയിച്ചതിന് ശേഷം അവർ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരുടെ ഇത് ബ്ലോക്ക് ചെയ്യുന്നത് വാഹനം. പിന്നെ കുറേ വണ്ടികൾ, ചെറിയ ബൈക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റോളം ഉണ്ട് താണ്ടി ഈ സൈഡ്. അത് ഇപ്പോൾ ഇവർ ജില്ല ഇട്ടിട്ട് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുക. വലിയ വാഹനം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് തന്നെയാണ്, വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ രക്ഷപ്പെട്ടത് എന്ന് പറയാൻ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. ഒരുപാട് രോഗികളടക്കം ഈ ഒരു കണ്ണൂരിലേക്ക് പോകുന്ന റോഡ് കൂടി ആയതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റും വരുന്ന രോഗികളടക്കം ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.